ഹായ് ഫ്രണ്ട്സ്, അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു ഫ്രോക്ക് കുർത്തി ഉണ്ടല്ലോ, ലൈൻ ഫ്രോക്ക് കുർത്തി കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ബോഡിയുടെ ഏകദേശം സ്റ്റിച്ചിങ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ ഫ്രില്ലും അതിന് ടാഗൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ബോട്ട് നെക്കിലാണ് ബാക്ക് നെക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഇത് ഓവർകോട്ട് മോഡലിലാണ് ഇതിൻ്റെ നെറ്റ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 ഇഞ്ച് 11 ഇഞ്ച് ഫ്രണ്ട് ഡീപ്പ് ഇങ്ങനെ എടുത്ത ശേഷം കട്ട് ചെയ്ത് അതിന് ഒരു പീസ് കൊണ്ട് നമ്മൾ അടിച്ചിട്ട് മറിച്ചിടണം. അപ്പോൾ കഴുത്ത് അത് റെഡിയായി വരും. അതുപോലെ തന്നെ ഇവിടെ 2 പട്ടി കൊടുക്കണം. ഫ്രണ്ടിൽ കട്ടിങ് ഉണ്ട്, ഫ്രണ്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പീസ് കൊടുത്ത് കണ്ടോ മടക്കി അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഫുള്ള് അടി വരെ മടക്കി അടിച്ചു കൊടുക്കണം. 2 സൈഡിലും അങ്ങനെ തന്നെ മടക്കി അടിച്ചു കൊടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവിനും അതുപോലെ തന്നെ ഇവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു പടി കൊടുക്കുക. ലൈനിങ്ങിൻ്റെ പീസ് കൊണ്ട് തന്നെ ഇവിടെ ഒരു പടി കൊടുത്ത് നമ്മൾ അതിനെ മടക്കി അടിച്ച് സ്ലീവ് ജോയിൻറ്റ് ചെയ്യണം. പിന്നെ എ ലൈൻ മോഡലിലാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, എ ലൈൻ മോഡലിലാണ് സൈഡ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് അടിച്ച് അതിൻ്റെ അടിയിൽ ഇനി അടുത്ത വർക്കുള്ളത് ഫ്രില്ല് കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ഫ്രോക്കാണല്ലോ, ഫ്രോക്ക് മോഡലിലാണ് ചെയ്യുന്നത് ഈ കുർത്തീസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഫ്രില്ല് കൂടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർ ആദ്യം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യാനും മറക്കാതെ ഷെയർ ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മറന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഫ്രില്ലുണ്ടല്ലോ, ഈ ഫ്രില്ലെന്ന് പറയുമ്പോൾ ഇതൊരു 5-6 ഇഞ്ച് വീതിയിൽ നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ നെറ്റ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം നമ്മൾ 4 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചെടുക്കണം. അതിനുശേഷം വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഗാദറിങ് റെഡിയാക്കാം. വലിയ സ്റ്റിച്ചിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിനെ ഗാദറിങ് ഇങ്ങനെ വന്നോളും, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അധികം ഗാദറിങ് വേണമെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് ഉണ്ടല്ലോ കുറച്ച് നീളത്തിലിവിടെ വിടണം. അപ്പോൾ എന്നിട്ട് ഒരു ത്രെഡേ മാത്രം നമ്മളിങ്ങനെ പിടിച്ചിട്ട് അതിനെ മാത്രം ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാദറിങ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ചുരുക്ക് കിട്ടും. ഈ ഗാദറിങ് കൂട്ടാനായിട്ട് നമുക്ക് ഒരു ത്രെഡ് മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കും. കണ്ടോ, ഇങ്ങനെ വരും. നമുക്ക് ഗാദറിങ് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ഗാദറിങ് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ഗാദറിങ് മതിയുള്ളെങ്കിൽ ഇതുപോലെ നമ്മൾ വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് നെറ്റ് അടിച്ചു കഴിയുമ്പോൾ തന്നെ ഗാദറിങ് മെഷീൻ തന്നെ അതിന് വലിയ സ്റ്റിച്ച് ആയതുകൊണ്ട് ഗാദറിങ് റെഡി ആയിട്ട് വന്നോളും. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ചും കൂടെ ഗാദറിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ടും സാധിക്കും. അത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നല്ല വശവും കൂടെ ഈ ബോഡി ഉണ്ടല്ലോ, ബോഡി പീസിൻ്റെ നല്ല വശവും ഗാദറിങ് അടിച്ച പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുക. നമ്മളിവിടെ ഒരു റഫ് അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് കൂടുതൽ ഗാദറിങ് വേണമെങ്കിൽ നമ്മൾ അടുത്തടുത്തായിട്ട് നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക.
അടുത്തടുത്ത് നമ്മൾക്ക് കുറച്ച് തുണി ഇങ്ങനെ അടുത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഗാദറിങ് അവിടെ കിട്ടും. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ട് ഓരോ സ്റ്റിച്ച് പതുക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. 2 പീസ് ഒരേ മാർജിൻ പിടിക്കണം. ചെറുതും വലുതുമായി പോകാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അടുത്തടുത്ത് നമ്മൾ പതിയെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ഫ്രോക്ക് കുർത്തി കട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇട്ടപ്പോൾ നല്ല വ്യൂസും അതുപോലെ തന്നെ ലൈക്കും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല ലൈക്കും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഒരുപാട് സമയം എടുക്കും ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് ഇത് ഏകദേശം ലൈൻ കുർത്തി തയ്ക്കുന്ന പോലെ തന്നെയാണ് തയ്ക്കുക. പിന്നെ ഫ്രണ്ട് നെക്ക് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്. ബോട്ട് നെക്ക് തയ്ക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതേ മോഡൽ തയ്ച്ചിങ് എടുക്കുക. അതിനുശേഷം ഈ ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കുറച്ച് സാധാരണ നമ്മൾ ഫ്രോക്കുകൾക്കൊക്കെ ഫ്രില്ലിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ലെങ്ത് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള പീസ് കട്ട് ചെയ്തിട്ട് ഇതേൽ ഗാദറിങ് ഇട്ട് പിടിപ്പിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. കുറച്ച് തിക്കായിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കൊടുത്താൽ കാണാനായിട്ട് ഭംഗിയായിരിക്കും. അപ്പം നന്നായിട്ട് തിക്കായിട്ട് തന്നെ നമ്മൾ ഫ്രില്ല് ഇതിൻ്റെ അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. ഇങ്ങനെ ഗാദറിങ് അടുത്തടുത്ത് വെച്ച് കൊടുത്തിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ ലെവലിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്.
നമുക്ക് ഇത് ഇവിടം വരെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു പീസ് കൂടെ ഇതിനെ ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ റിങ്കിൾസ് റെഡിയാക്കണം. അതിനുശേഷം ഇതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. കാരണം ഒരു സ്റ്റിച്ച് മാത്രമേ ഇരിക്കില്ല, അതുകൊണ്ട് ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഫ്രോക്ക് കുർത്തിയുടെ കോട്ടാണിത്. കോട്ട ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം വരുന്നത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഉണ്ടോ? ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ അടിഭാഗം കാണാനുണ്ടാവുക. കണ്ടോ? അപ്പം നല്ല ഭംഗിയായിട്ടുണ്ടാവും ഇത് കാണാനായിട്ട്. ഇങ്ങനെ ഫ്രില്ലിങ്ങനെ വരും. കണ്ടോ? ഇങ്ങനെ ആയിരിക്കും. ഫുള്ള് റൗണ്ടായിട്ട് ഇങ്ങനെ തന്നെ കാണാം. നല്ല ഭംഗിയല്ലേ കാണാൻ? ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക അടിഭാഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഒരു സൈഡും കൂടെ കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പീസ് കൂടെ കട്ട് ചെയ്തിട്ട് ഗാദറിങ് കൊടുത്ത് അത് ഫിനിഷ് ചെയ്യണം. ഇനി ഇവിടെ ഫ്രണ്ടിലുണ്ടല്ലോ, ഫ്രണ്ടിൽ ഒരു 2 വള്ളി പിടിപ്പിക്കണം നമ്മൾ, നാട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെയിം പീസ് തന്നെ എടുത്തിട്ട് അതിനെ മടക്കി അടിച്ചിട്ട് ഇവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു ടാസിൽസും കൂടെ ഇവിടെ 2 നെറ്റിൻ്റെ തന്നെ 2 ടാസിൽസ് ഇവിടെ കെട്ടി പിടിപ്പിക്കണം. അത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്ക്. ഏകദേശം ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ഇന്നർ വരുന്നത്. ഇന്നർ നമ്മൾ കട്ട് ചെയ്തായിരുന്നല്ലോ, ഇന്നറും ഇന്നർ ലൈനിങ്ങും കൂടെ. ഇതാണ് കോട്ട് വരുന്നത്. ഇന്നർ ലൈനിങ് വെച്ചിട്ടുള്ള കോട്ടാണ്. അപ്പോൾ ഇത് ബോട്ട് നെക്കിൽ തന്നെയാണ് റെഡി ആയിരിക്കുക. ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ഇത് ആദ്യം ഇട്ടിട്ട് ഇതിൻ്റെ മേലെയാണ് ഈ കോട്ട് വരിക. ഇങ്ങനെയാണ് ഡ്രസ്സ് വരിക. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും ക്ലോസ് ചെയ്തിട്ട്. ഇത്രയും ഭാഗം ഇങ്ങനെ ഓപ്പണായിട്ട് ഉണ്ടായിരിക്കും. കണ്ടോ? ഇതേപോലെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ, ഫ്രോക്ക് കുർത്തിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത കാണാം. ഓക്കെ. എല്ലാവരുടെയും സഹകരണത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.